നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. തിങ്കളാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചാലക്കുടിയിൽ യോഗം ചേരും. പുലിഭീതിയൊഴിയാതെ പാലപ്പിള്ളി. കുണ്ടായിയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ക്ഷേത്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിൽ. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ. പഴയന്നൂർ കയറുംപാറയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്നും 17 ലക്ഷം രൂപ കവർന്ന ജീവനക്കാരൻ പിടിയിൽ. പ്രതി സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന്. വരന്തരപ്പള്ളി വേലൂപ്പാടത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം തുടങ്ങാൻ നീക്കം. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറില്ല. മറ്റത്തൂർ കോടശ്ശേരി വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലയുന്നു. ജില്ലയിൽ അങ്കണവാടികളിൽ വർണ്ണാഭമായി പ്രവേശനോത്സവം. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച മാളയിൽ. സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഹർത്താലും റോഡ് ഉപരോധവും നടത്തി. വൈശ്ശേരിയിലെ പല്ലാർക്കാട്ട് വീട്ടിൽ 63 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2:45 സംഭവം. സഹോദരൻ സന്തോഷിന്റെ വീട്ടുപറമ്പിൽ ആന കാർഷിക വിളകൾ നശിപ്പിക്കുന്നതറിഞ്ഞെത്തിയതാണ് മോഹനൻ. ഒപ്പം മറ്റൊരു സഹോദരൻ രതീഷും അയൽവാസി സ്റ്റെഫിയും ഉണ്ടായിരുന്നു. കനത്ത ഇരുട്ടായതിനാൽ ആന നിൽക്കുന്ന സ്ഥലം വ്യക്തമല്ലായിരുന്നു. സന്തോഷിന്റെ വീടിന് മുന്നിലുള്ള റോഡിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന പന്തം കത്തിച്ചു നോക്കിയപ്പോഴാണ് 20 മീറ്റർ അകലെ നിൽക്കുന്ന ആനയെ മോഹനൻ കണ്ടത്. 3 പേരും കൂടി തിരിഞ്ഞോടുന്നതിനിടെ മോഹനൻ താഴെ വീണു. ഓടിയെത്തിയ ആന ഇയാളെ തുമ്പിക്കൈക്ക് തട്ടിത്തെറിപ്പിച്ചു. വീണ്ടും അടുത്തെത്തി നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ആനയുടെ ചിഹ്നം വിളി കേട്ട് ജനൽ തുറന്നു നോക്കുമ്പോൾ ജ്യേഷ്ഠനെ ചവിട്ടി നിൽക്കുന്ന ആനയാണ് കണ്ടതെന്ന് സന്തോഷിന്റെ ഭാര്യ ലത പറഞ്ഞു. ഭയങ്കര ഒരു അലർച്ച പോലെ കേട്ടപ്പോഴാണ് അനിയന്റെ കരച്ചിലും കേട്ടു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ജനലക്കോടെ പുറത്തേക്ക് നോക്കിയത്. അപ്പം നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു. നോക്കിയപ്പോൾ ചേട്ട അവിടെ കിടക്കണത് കണ്ടേ. വാതിൽ തുറന്ന് ഓടി വന്നപ്പോൾ കിടക്കണ് എനങ്ങിയില്ല. അപ്പം തന്നെ അനിയനും ഉണ്ടായിരുന്നു. ഈ അയൽവക്കത്ത് ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പം തന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബോധം കെട്ടാണോ അങ്ങനെ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആന തുമ്പിക്കൈക്ക് തട്ടിയിട്ടിട്ട് ഇങ്ങനെ തട്ടി കൊണ്ടുവന്നു പറഞ്ഞത്. ആന തിരിച്ചുപോയ ശേഷം രതീഷും അയൽവാസികളും ചേർന്ന് മോഹനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 ആഴ്ചയായി ആനകൾ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ് കാർഷിക വിളകൾ നശിപ്പിക്കുകയാണെന്ന് മരിച്ച മോഹനന്റെ സഹോദരി ഗിരിജ പറഞ്ഞു. ആന വന്നപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചു വന്ന് വിളിച്ചിട്ട് പോയതാ. ചേട്ടനും അനിയനും ആ കൊച്ചും കൂടെ പോയി പന്തം കത്തിച്ച് കാണിച്ച്. അവൾക്ക് ഓടി ആന വന്ന് തട്ടിയിട്ടുകൊണ്ടൊന്ന് ചവിട്ടിക്കൊണ്ടു. ശല്യമുണ്ട്. 4 ദിവസമായിട്ട് പറമ്പിലുള്ളതെല്ലാം നശിച്ച്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അരൂർ മുഴിയിൽ റോഡ് ഉപരോധിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. പിന്നീട് വനംമന്ത്രി ഷിബു ബേബി ജോണുമായി MLA ഫോണിൽ ആശയവിനിമയം നടത്തി. വനമന്ത്രി പരിഹാര നടപടികൾ ഉറപ്പു നൽകിയതിനെ തുടർന്ന് റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. വന്യജീവി ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമാണ് ഇത്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. എന്നാൽ അതിന് അതിൻ്റേതായ സമയമുണ്ടാകുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ. കൊല്ലപ്പെട്ട മോഹനന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കുണ്ടായി സ്വദേശി കൊല്ലേരി അഷ്റഫിന്റെ മൂരിക്കുട്ടിയാണ് ചത്തത്. മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കുണ്ടായി ചൊക്കന റോഡിൽ എസ്റ്റേറ്റ് ക്യാന്റീനിന് സമീപത്താണ് പുലിയിറങ്ങിയത്. വനപാലകരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്.
രണ്ടാഴ്ച മുൻപ് പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായിയെയും കൊന്നിരുന്നു. പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചാണ് വെർച്വൽ ക്യൂ നടപ്പിലാക്കുന്നത് എന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ആവിഷ്കരിച്ച ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് വെർച്വൽ ക്യൂ ഒരുക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. അത്യാധുനിക ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതോടെ ഭക്തരുടെ ബുദ്ധിമുട്ട് അവസാനിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ചെയർമാൻ അറിയിച്ചു. ക്ഷേത്ര വികസനത്തിന് ഭൂമി ആവശ്യമാണ്. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ 10 ദിവസത്തിനുള്ളിൽ അവരുമായി ചർച്ച നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, MU ഷിനിജ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും ഓട്ടോ സംയുക്ത ട്രേഡ് യൂണിയനും ചേർന്ന് നടപ്പിലാക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷൻ പെർമിറ്റ് എംബ്ലം വിതരണത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർവഹിച്ചു. ഓട്ടോ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് CR മനോജ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രനഗരിയിലെത്തുന്ന ഭക്തർക്കും പൊതുജനങ്ങൾക്കും ആശങ്ക കൂടാതെ യാത്ര ചെയ്യുന്നതിനും പ്രാദേശികമായ ഗതാഗത സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാട്ടൂർ, ഗുരുവായൂർ ജോയിന്റ് RTO M. രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂരിലെ കയറുംപാറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക്സ്റ്റൈൽ നിർമ്മാണ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി മുങ്ങിയ ജീവനക്കാരനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. കമ്പനിയിലെ ജീവനക്കാരനും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയുമായ സൂര്യയാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. സ്ഥാപന ഉടമയുടെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന പ്രതി തിങ്കളാഴ്ച രാത്രിയാണ് ആസൂത്രിതമായി കവർച്ച നടത്തിയത്. സ്ഥാപന ഉടമയായ തിരുവല്ലുവാമല കുത്താമ്പുള്ളി സ്വദേശി വിഷ്ണു കോയമ്പത്തൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോയ സമയത്തായിരുന്നു കവർച്ച. കവർച്ച ചെയ്ത തുകയുമായി കമ്പനി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഉടമയുടെ സുഹൃത്ത് സത്യമൂർത്തിയുടെ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. യാത്ര കഴിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെ മടങ്ങിയെത്തിയപ്പോഴാണ് കമ്പനി ഉടമ വിഷ്ണു മോഷണ വിവരം അറിഞ്ഞത്. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. വരന്തരപ്പള്ളി വേലൂപ്പാടത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം തുടങ്ങാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. വേലൂപ്പാടം മഠം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൻ പ്രദേശമാണ് ശ്മശാനം വരുന്നത്. ചെരിവുള്ള പ്രദേശത്ത് ശ്മശാനം ആരംഭിച്ചാൽ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുമെന്നും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ.
പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർക്കും MLA, കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും വരന്തരപ്പള്ളി പഞ്ചായത്തിലും പരാതി നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാകാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് പലവട്ടം അപേക്ഷ ക്ഷണിച്ചിട്ടും പുതിയ ഡോക്ടർമാരെ ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂർ പഞ്ചായത്തിലുള്ളവരും പുറമെ സമീപത്തെ കോടശ്ശേരി, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിൽ നിന്നുള്ളവരും ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സ തേടി വരുന്നുണ്ട്. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ രാത്രി 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. മേഖലയിലുള്ളവർക്ക് രാത്രിയിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ സ്വകാര്യ ക്ലിനിക്കുകളെയോ ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിലെ താലൂക്ക് ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മഴക്കാലം തുടങ്ങിയതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് കണക്കിലെടുത്ത് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ രാത്രികാല സേവനം അടിയന്തരമായി പുനരാരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച മാള സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10-ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയാകും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളും വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TK ജിനീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ തുടങ്ങിയവർ അറിയിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ പുത്തൻപീടിക ഉദയം അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CL ജോബി അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി അധ്യാപകരായ KN അഞ്ജലി, TK സതി, ആശാവർക്കർ ഹേമ, സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് കാവനാട് വാർഡിലെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. 33-ാം നമ്പർ അന്നപൂർണ അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സരള മോഹനൻ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി വർക്കർ KA സീബ, ഹെൽപ്പർ MB ജിനി എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് വാർഡ് 15-ലെ 8-ാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിജി റോയ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സജന ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, അങ്കണവാടി ടീച്ചർ ശ്രീജ മോഹൻ, ഹെൽപ്പർ പ്രജിത ദിനേശൻ, മോഹൻ, സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വർണ്ണക്കുടചൂടി മേളത്തോടെ കുട്ടികളുടെ റാലി നടത്തിയാണ് പുതിയ കുട്ടികൾക്ക് സ്വീകരണം ഒരുക്കിയത്. ഇവർക്ക് കുടകളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. വാർഡ് വികസന സമിതി കൺവീനർ KR സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NC സതീഷ്, വയോജന പ്രസിഡന്റ് സുകുമാരൻ കൂടുവാതിക്കൽ, ലില്ലി റാഫേൽ, VK ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിദ്യാസാഗർ, A നന്ദകുമാർ, ഉഷ സുകുമാരൻ, ICDS സൂപ്പർവൈസർ ശ്രീവിദ്യ CR തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അക്ഷയ അങ്കണവാടിയിലെ പ്രവേശനോത്സവം കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ നഗരസഭാ കൗൺസിലർ ജിഷ ബേബി പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. അങ്കണവാടി ടീച്ചർ ശ്രീജ കുമാരി നിലവിലുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി യാത്രയയച്ചു. NM കൃഷ്ണൻകുട്ടി പഠനോപകരണങ്ങൾ നൽകി. മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. റിനോയ് വർഗീസ്, മിനി ഡേവിസ്, ബിൻസി റിനോയ്, രമ്യ സുനിത, കമല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് 14-ാം നമ്പർ പല്ലവി അങ്കണവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ സുനില ഷിനോജ് ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ ജിക്സി ജിനോ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ റിതേഷ് വന്നേരി, സ്വപ്ന അനിൽ, ബിന്ദു തമ്പിരാജ്, അനിൽ EC എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് 2-ാം വാർഡിലെ വിദ്യാരംഭം അങ്കണവാടിയിലെ പ്രവേശനോത്സവം പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വീരനാട്യത്തോടെയാണ് ആരംഭിച്ചത്.
കവി സി രാവുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം പ്രൊഫസർ വിജയകുമാരി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സി പി പോൾ, ഇ കെ ജയപ്രകാശ്, കൗസല്യ വടക്കേടത്ത്, റാഫേൽ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് ദീപ്തി അങ്കണവാടിയിലെ മദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. ചങ്ങാതിക്കൂട്ടത്തിന്റെ സഹകരണത്തോടെ അങ്കണവാടിയിൽ ചേർന്ന യോഗത്തിൽ പെരിങ്ങാട് മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ഫിജിന ഉദ്ഘാടനം ചെയ്തു. 8ാം വാർഡ് അംഗം കെ ലിഷ അധ്യക്ഷത വഹിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രതിനിധി ബ്ലസ്സി ആന്റണി, ജോൺ പുലിക്കോട്ടിൽ, മേരി പീറ്റർ, രുക്മിണി ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്ന് സ്വദേശി പള്ളായി പീടികയിൽ മുഹമ്മദ് റഷീദിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. AC, TV, ഫാനുകൾ, LED ലൈറ്റുകൾ, സ്വിച്ച്, വൈദ്യുതി മീറ്റർ തുടങ്ങിയവയാണ് കത്തിനശിച്ചത്. വീടിന്റെ ടെറസിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ചിറ്റിശ്ശേരി സ്വദേശിയായ കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിന് മുൻപിലുണ്ടായിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് യു-ടേൺ തിരിയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഈ സമയത്ത് കാർ ബ്രേക്കിട്ടെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. ചാവക്കാട് നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ചാവക്കാട് ബീച്ച് റോഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത്. ചാവക്കാട് ബീച്ചിലേക്ക് വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽ പെടുന്നത്. മുല്ലത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ നിന്ന് വലിയ വാഹനങ്ങൾ ചാവക്കാട്ടേക്ക് തിരിയാനുള്ള പ്രയാസവും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. കൊടകരയിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ജൂൺ 1 മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നു. പുതിയ പരിഷ്കാരം അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ ദ്വാരക ജംഗ്ഷൻ പരിസരത്ത് നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യണം. ആളൂർ, ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്റ്റോപ്പ് ഉണ്ടായിരിക്കില്ല. ദ്വാരക ജംഗ്ഷൻ കഴിഞ്ഞാൽ മേൽപ്പാലം ജംഗ്ഷനിലായിരിക്കും അടുത്ത സ്റ്റോപ്പെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അറിയിച്ചു. ട്രാഫിക്കൊന്നുമില്ല, നമുക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ആളുകളെ ഇറക്കി വിടുന്നു എന്നുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ നിലവിലുണ്ടാകുന്നത്. പക്ഷേ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ കയറാനും കൂടി ഇവിടെ വന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇറക്കി വിടുന്ന 1 മിനിറ്റ് മാത്രമല്ല, തിരിച്ച് കയറുന്നുള്ള സമയം കൂടി എടുക്കുമ്പോൾ ഇവിടെ ഗതാഗതക്കുണ്ടാകും. അപ്പോൾ തീർച്ചയായും ആർടിഐ കമ്മിറ്റി നമ്മളിപ്പോൾ ഈ സാധനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. തൃശൂർ ചേർപ്പ് റേഞ്ചിലെ 2.5 മാസമായി അടച്ചിട്ടിരുന്ന 35 കള്ള് ഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളും ലൈസൻസി പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കള്ളുഷാപ്പുകൾ തുറക്കും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിപ്പോടെ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിന് തുടക്കമായി. ചടങ്ങുകൾക്ക് ഗ്വാളിയോർ രൂപത ബിഷപ്പ് മാർ ജോസഫ് തൈക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, ഫാദർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ബെന്നി ചിരിയങ്കണ്ടത്ത്, ഫാദർ പയസ് കളത്തുവീട്ടിൽ, ഫാദർ ജോസഫ് മുതലക്കുഴിയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു.
തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കലിനും ഊട്ടുനേർച്ച ഭക്ഷണ ആശീർവാദത്തിനും കാർമ്മികത്വം വഹിച്ചു. ദേശമംഗലം സഹകരണ ബാങ്കിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സമയബന്ധിതമായി ക്ഷേമ പെൻഷൻ നൽകാതെ ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തുടർന്ന് നടന്ന ധർണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് ട്രഷറർ ഷിഹാബ് വറവട്ടൂർ അധ്യക്ഷനായി. ദേശമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ, UDF നേതാക്കളായ ഷഹീർ ദേശമംഗലം, K പ്രേമൻ, മഞ്ജുള MS, ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമ പെൻഷൻ യഥാസമയം വിതരണം ചെയ്തില്ല എന്ന തെറ്റായ പ്രചാരണം നടത്തി വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിനെ പൊതുമധ്യത്തിൽ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ. ബാങ്കിനുള്ളിൽ കയറി പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷനുള്ള തുക ട്രഷറിയിൽ നിന്ന് മെയ് 26-ന് ക്രെഡിറ്റായ വിവരം വൈകിട്ടാണ് ലഭിച്ചത്. ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്തതിനാൽ കേരള ബാങ്കിന്റെ വാടാനപ്പള്ളി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. തുടർന്ന് 27-ന് വൈകിട്ടാണ് കേരള ബാങ്കിൽ ക്രെഡിറ്റായത്. ഈ പണം കൃത്യസമയത്ത് ലഭിക്കില്ലെന്നറിഞ്ഞ് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ നിന്നുള്ള പണമെടുത്താണ് പെൻഷൻ വിതരണം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ബിജു MB, വൈസ് പ്രസിഡന്റ് ഷീന സോമൻ, ഡയറക്ടർമാരായ ആരിഫ അഷ്റഫ്, ബഷീർ വലിയകത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര ടൗണിലെ മേൽപ്പാലം ജംഗ്ഷനിലുള്ള സർവീസ് റോഡരികിലെ വിളക്കുകാൽ കാടുമൂടുന്നു. മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ഗാന്ധിനഗർ ഭാഗത്തേക്കുള്ള റോഡരികിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകാലിലാണ് വള്ളിച്ചെടികൾ പടർന്നു കയറിയിട്ടുള്ളത്. വിളക്കുകാലിനോട് ചേർന്നുള്ള കാനയുടെ സ്ലാബുകളും വള്ളിപ്പടർപ്പുകൾ മൂടിക്കിടക്കുകയാണ്. മഴക്കാലം തുടങ്ങുന്ന സാഹചര്യത്തിൽ വിളക്കുകാലിലെ വള്ളിപ്പടർപ്പ് വെട്ടിനീക്കിയില്ലെങ്കിൽ സർവീസ് റോഡിലേക്കുള്ള വെളിച്ചം തടസ്സപ്പെടുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷയും അനുബന്ധ വിഷയങ്ങളും മുൻനിർത്തി ചാവക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ്സിന് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NS രാജീവ് നേതൃത്വം നൽകി. CPOമാരായ D സുകന്യ, KN നീതു, PR അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷൻ പരിധിയിലെ 26ഓളം സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സുരക്ഷാ ക്ലാസ്സിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനി വിദ്യ സേവ്യറിനെ മറ്റത്തൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉന്നതിയിലെത്തി അനുമോദിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KR ഔസേപ്പ്, CC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ AA റഫീഖ്, KR ശശികുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിലെ ഊരുമൂപ്പൻ സേവ്യറിന്റെ മകളാണ് വിദ്യ. DCC അംഗവും ഗുരുവായൂർ കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് പ്രകടനം നടത്തി. തിരുവത്ര പുത്തൻകടപ്പുറത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോട്ടപ്പുറം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. നിഖിൽ G കൃഷ്ണ, TS സൂരജ്, അനീഷ് പാലയൂർ, തെക്കുംപുറം നൌഷാദ്, KV സത്താർ, MS ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി വിജയന്റെ ഭരണം 10 വർഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം തുടങ്ങി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് നിർവഹിച്ചു. പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച ദിവ്യബലിയും പ്രദക്ഷിണവും സൗജന്യ ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവത്ര യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. തിരുവത്ര കുമാർ AUP സ്കൂളിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ് അധ്യക്ഷനായി. KVVS നിയോജകമണ്ഡലം ജനറൽ കൺവീനർ ജോജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി TV ആനന്ദ്, ട്രഷറർ ജംഷീർ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, AC ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി K രാധാകൃഷ്ണൻ, ട്രഷറർ TV ആനന്ദ് എന്നിവരടങ്ങുന്ന 11 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല തിരികെ ഏൽപ്പിച്ച ഓട്ടോ ഡ്രൈവർ മാതൃകയായി. എടത്തുരുത്തിയിൽ ഓട്ടോ ഓടിക്കുന്ന കൊരട്ടിയിൽ സുരജിത്താണ് തന്റെ ഓട്ടോയിൽ കളഞ്ഞുകിട്ടിയ സ്വർണം കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്.
കയ്പമംഗലം സ്വദേശിനിയുടെ നഷ്ടപ്പെട്ട 10 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് സുരജിത്തിന് ഓട്ടോയിൽ നിന്ന് ലഭിച്ചത്. പിന്നീട് കാട്ടൂർ പോലീസ് അതിന്റെ ഉടമസ്ഥയെ കണ്ടെത്തി മാല നൽകുകയും ചെയ്തു. മാതൃകയായി പ്രവർത്തിച്ച സുരജേഷിനെ കാട്ടൂർ പോലീസ് അഭിനന്ദിച്ചു. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം എ റഫീഖ്, ഊരുമൂപ്പൻ KM ചന്ദ്രനെ പഠനോപകരണങ്ങൾ കൈമാറി. വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സോണി സേവ്യർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഡിബിൻ അമ്പൂക്കൻ, ഹരീഷ് പോൾ, ടിനോ ജോസ് എന്നിവർ സംസാരിച്ചു. CITU സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് നിർവഹിച്ചു. മുനിസിപ്പൽ കണ്ടിജന്റ് തൊഴിലാളി യൂണിയൻ ഭാരവാഹി സുനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ KA അസീസ്, ഷറഫുദ്ദീൻ, MK പ്രേമലത, സുഗു കുറ്റിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷത വഹിച്ചു. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി CEO ഡോക്ടർ KSK കൊച്ചുമോൻ, എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ KK രാജു, സിന്ധു സന്തോഷ് ഐനിക്കത്തറ, അനിൽ പൂക്കോട്, സന്തോഷ് പുളിഞ്ചോട്, ബദറുദ്ദീൻ ബാവ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ സ്വദേശിയുടെ പുരയിടത്തിലെ തെങ്ങിലുണ്ടായ 4 കണ്ണുള്ള നാളികേരം കൗതുക കാഴ്ചയാകുന്നു. കുഴിക്കാട്ടിൽ കുട്ടപ്പന്റെ വീട്ടുമുറ്റത്തെ 30 വർഷം പ്രായമുള്ള തെങ്ങിലാണ് 4 കണ്ണുള്ള നാളികേരം വിളഞ്ഞത്. വീട്ടുപയോഗത്തിനായി നാളികേരം പൊതിച്ചപ്പോഴാണ് കൗതുക കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നാളികേരത്തിന് 4 കണ്ണ് ഉണ്ടാകുന്നത് അപൂർവമാണെന്നും ജനിതകപരമായ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം. അസബാഹ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കുന്നംകുളത്ത് ഈദ് സംഗമം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ ഫസലുദ്ദീൻ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. PA കരീം, നസീമുദ്ദീൻ, CP സാലിഹ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. തിങ്കളാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചാലക്കുടിയിൽ യോഗം ചേരും. പുലിഭീതിയൊഴിയാതെ പാലപ്പിള്ളി. കുണ്ടായിയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ക്ഷേത്ര വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിൽ. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ.
പഴയന്നൂർ കയറുംപാറയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്നും 17 ലക്ഷം രൂപ കവർന്ന ജീവനക്കാരൻ പിടിയിൽ. പ്രതി സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന്. വരന്തരപ്പള്ളി വേലൂപ്പാടത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം തുടങ്ങാൻ നീക്കം. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറില്ല. മറ്റത്തൂർ കൊടശ്ശേരി വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലയുന്നു. ജില്ലയിലെ അങ്കണവാടികളിൽ വർണ്ണാഭമായി പ്രവേശനോത്സവം. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച മാളയിൽ. സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.